കഴിഞ്ഞ പോലെ ഡ്രാഗപ്പ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ എയിമും കാണുക ഇവിടെ കറക്റ്റ് ആവുന്ന കാണാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് പറയുന്നത് എനിമിക്ക് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ എനിമിക്ക് മൂവ്മെന്റ് ഇടുന്ന സമയത്ത് തന്നെ ഏകദേശം ഇത്രത്തോളം ആളുകളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് മാത്രം ഫ്രീ ഫയറിൽ ഹെഡ്ഷോട്ട് അടിക്കാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അവരെ പോലെ സിമ്പിൾ തന്നെ ഫ്രീ ഫയറിൽ ഹെഡ്ഷോട്ട് അടിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതിയായിരിക്കും തന്നെ ഫ്രീ ഫയറിൽ ഹെഡ്ഷോട്ട് അടിക്കാനായിട്ട് പഠിക്കാനായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ഗെയിമിൽ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ പോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ തന്നെ വണ്ടാപ്പങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. ഫോർ എനിമീസ്, അതായത് ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മൾ എനിമിയെ കണ്ടു, അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ 99% ആൾക്കാരും ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് കയറിച്ചില്ല എന്നുള്ള കാര്യം. ബട്ട് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഒരു എനിമി കണ്ടെന്ന് വെച്ചോ, ആ എനിമിയുടെ മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഒരിക്കലും പെട്ടെന്ന് ചാടി കയറി സംഭവിക്കുന്ന കാര്യം എനിമി ചിന്തിക്കുന്ന സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ആ എനിമി നമ്മൾ അടുത്തോട്ട് വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഫയർ ചെയ്യുക. അതായത് മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്, അതായത് ഒരിടത്ത് നിൽക്കാത്ത ഒരു സ്വഭാവം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സ്വഭാവത്തെ ജസ്റ്റ് കൺട്രോൾ ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ചോദിക്കുമ്പോൾ ഇതിൽ എവിടെയാണ് നീ ഹെഡ്ഷോട്ട് അടിക്കാൻ പഠിപ്പിച്ചെന്നുള്ള കാര്യം. ബട്ട് നമ്മൾ ഹെഡ്ഷോട്ട് അടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങളോട് വരുന്നേ ഉള്ളൂ. അതായത് ഒരിക്കലും ഒരു വീട് പെട്ടെന്ന് പണി എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിന്റെ അടിത്തറയിട്ട് കല്ല് ബാഗി അങ്ങനെയൊക്കെയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഹെഡ്ഷോട്ട് അടിക്കുന്ന കാര്യം. ഇതിലൂടെ പറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മൊമെന്റിൽ എങ്ങനെ ഹെഡ്ഷോട്ട് അടിക്കാന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഡ്രാഗപ്പ് ചെയ്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് ഡ്രാഗോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കാര്യം അത്രത്തോളം ഇന്റൻസ് ആയിട്ട് പറഞ്ഞു തന്നേന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മൊമെന്റ്സ്, നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ് ഈ മൊമെന്റിന്റെ ഇമ്പോർട്ടൻസ്. അതായത് കൂടുതൽ ആൾക്കാർ ഈ മൊമെന്റ് എന്ന് പറയുന്നതല്ലാതെ എന്താണ് ഈ മൊമെന്റ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയാം. ഹെഡ്ഷോട്ട് അടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഹെഡ്ഷോട്ട് തിരിച്ച് മേടിക്കാതിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൊമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എനിമി അവിടെ മൊമെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് മൊമെന്റുകളൊക്കെ ചെയ്യാതെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് മൊമെന്റ് ചെയ്തുകൊണ്ട് അടിക്കുന്ന ആൾക്കാർക്കാണ്. അത് ഇവിടെ സംഭവിച്ചത് എന്താണ്, മൊമെന്റ് ചെയ്തുകൊണ്ടിരുന്നവൻ അടിച്ചിട്ട് കൊന്നിട്ട് പോയി. അതായത് മൊമെന്റ് ചെയ്യാതെ സ്റ്റേബിൾ ആയിട്ട് ചെയ്ത നമ്മൾ ആരായി, നമ്മൾ ചത്തിട്ട് പോയി. മൂവ്മെന്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഹെഡ്ഷോട്ട് അടിക്കുന്ന സമയത്ത് എത്രത്തോളം മാറ്റർ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഈ ഒറ്റ കാര്യത്തിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് എനിമിക്ക് നമ്മളെ കൊല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതേ സെയിം ടൈം എനിമിയെ നോക്കുക, എനിമിയാണെങ്കിൽ എപ്പോഴും മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എനിമി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എത്ര വലിയ മാച്ചിന് പോയാലും എത്ര കൊച്ച മാച്ചിന് പോയാലും നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് പിടിച്ചൊരു കാര്യമാണ്. നമ്മളെ കൊല്ലാതിരിക്കാനും നമുക്ക് കൊല്ലാനും. നിങ്ങളവർക്ക് ഇവൻ എന്റെ തേങ്ങയാണ് പറയുന്നത്. ഈ വലിയ കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഞാൻ വല്ല ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ കണ്ടാൽ പോലെ എന്തിനാ വെറുതെ ഹെഡ്ഷോട്ടിന്റെ വീഡിയോ കാണുന്നതെന്നുള്ള കാര്യം ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. ഫോർ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു കറി ഉണ്ടാക്കണം, അതായത് സാമ്പാർ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ തക്കാളി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്തല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് തക്കാളിയും ക്യാരറ്റും മാത്രമേ ഉള്ളൂ, അതിനകത്ത് മുളക് പൊടി ഉപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൂട്ടുവോ? ഒരിക്കലും കൂടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു കാര്യം ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്ത് മൈന്യൂട്ടായുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മൈന്യൂട്ടായുള്ള ചില കാര്യങ്ങൾ വരെ ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഡ്രാഗ്സ്, അത് നമ്മുടെ ഫ്രീ ഫയർ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡ്രാഗൺ കണക്ക് കാണാൻ സാധിക്കും. അതായത് സിറ്റ് അപ്പ് ഡ്രാഗ് ഉണ്ട്, ഡൗൺ അപ്പ് ഡ്രാഗ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡ്രാഗൺ കണക്ക് നമ്മുടെ ഫ്രീ ഫയറിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ ഡ്രാഗൺ കണക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം കൈസ് അതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി നോക്കുന്ന സമയത്ത് കുറച്ച് ഹാക്കേഴ്സും സ്കാമേഴ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ നമുക്ക് ഒരു അക്കൗണ്ട് വാങ്ങുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. ഡ്രസ്സർ ആയിട്ടുള്ള കുറച്ച് ഡീലേഴ്സ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കേരള കമ്മ്യൂണിറ്റി നോക്കുന്ന സമയത്ത്. ഡ്രസ്സർ ആയിട്ടുള്ള ഡീലറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ വിലയ്ക്ക് തന്നെ ഇവിടെ നിന്ന് നമുക്ക് അക്കൗണ്ടുകൾക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് കൊടുക്കാനും പറ്റുന്നതായിരിക്കും. ആ ഗ്രൂപ്പിലെ ലിങ്കുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും കയറി ജോയിൻ ചെയ്തേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്തായാലും കേസ് ആദ്യം കാണിച്ച ക്ലിപ്പ് നമ്മൾ ഒന്നുകൂടെ കാണിക്കാൻ പോവാണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ വന്നെന്ന് വെച്ചോ, അതായത് നമ്മൾ ഹോൾഡിംഗ് ആൾക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനുകളൊക്കെ നമ്മുടെ ഗെയിം വന്നെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്ന ഡ്രാഗ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ ചെയ്യുന്ന ഡ്രാഗ് എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഡ്രാഗ് ആയിരിക്കും. കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ച ക്ലിപ്പിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഡ്രാഗ് അപ്പ് മാത്രമായിരുന്നു. എന്നാൽ ഈ ഒരു ക്ലിപ്പ് നോക്കുക, അതായത് ഈ ഒരു ക്ലിപ്പിനകത്ത് എനിമി ആൾക്ക് വലത്തെ സൈഡിലോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ എനിമിക്ക് ആൾക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഡ്രാഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. കഴിഞ്ഞ പോലെ ഡ്രാഗ് അപ്പ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ എയിമും കാണുക കറക്റ്റ് ആവുന്ന കാണാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് പറയുന്നത് എനിമിക്ക് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ എനിമിക്ക് മൂവ്മെന്റ് ഇടുന്ന സമയത്ത് തന്നെ എയിമും കാണുക കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡ്രാഗ് എന്ന് പറയുന്ന ഡ്രാഗാണ് സൈഡ് അപ്പ് ഡ്രാഗ്. പിന്നെ മൂവ്മെന്റിന് മാറ്റം വരുന്നതോറും ഈ ഒരു ഡ്രാഗിന് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ എനിമി വലത്തെ വശത്തോട്ടാണ് ഓടുന്നതെങ്കിൽ നമ്മൾ വലത്തെ വശത്തോട്ടാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എനിമി ഇടത്തെ വശത്തോട്ടാണ് ഓടുന്നതെങ്കിൽ നമ്മൾ ഇടത്തെ വശത്തോട്ട് തന്നെയാണ് ഡ്രാഗുകളൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചേക്കുക. അതായത് എനിമിങ്ങൾക്ക് മൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിമിങ്ങൾക്ക് മൂവ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ നമ്മൾ ഡ്രാഗ് ബട്ടൺ കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ എയിമുകൾക്ക് ലോക്ക് ആവുകയോ എനിമികൾക്ക് ചാവുള്ള ചാൻസ് അവിടെ കൂടെയാണ് ചെയ്യാറുള്ളത്. ഈ ഡ്രാഗുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ് നമ്മുടെ ജോയ്സ്റ്റിക്കിന്റെ പൊസിഷൻ. ആ ജോയ്സ്റ്റിക്കിന്റെ പൊസിഷൻ കൂടെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെഡുകൾക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൈഡ് അപ്പ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയ്സ്റ്റിക്കിന്റെ പൊസിഷൻ എങ്ങോട്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ജോയ്സ്റ്റിക്ക് നമ്മൾ എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യേണ്ടത് ആ ഒരു ഡ്രാഗ് ചെയ്യേണ്ട പൊസിഷനിലോട്ട് തന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് നമ്മൾ വലത്തെ വശത്തോട്ടാണ് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ വലത്തെ വശത്തോട്ട് തന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഈ ഡ്രാഗ് പഠിച്ചോട്
അടിക്കുന്ന 95% ആൾക്കാരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഡ്രാഗപ്പിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിസ്റ്റിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഉൾട്ടയങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം. അതായത് ഉൾട്ടയങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഹെഡിങ്ങാളെ കയറത്തില്ലെന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതായത് എയിമുകൾക്ക് ലോക്കായ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഹെഡിങ്ങാളെ കയറ്റാൻ പറ്റത്തുള്ളൂ. ആട്രിബ്യൂട്ട് സെലക്ഷൻ, ഏതൊക്കെ ഗണ്ണ് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം പലർക്കും അറിയാം. എന്നാൽ ഏതൊക്കെ ആട്രിബ്യൂട്ട് ഉള്ള ഗണ്ണാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത് ആട്രിബ്യൂട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് എങ്ങനെ നമ്മളെ ഗെയിമിൽ ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗൺ സ്കിന്നിന് ഒരു ആട്രിബ്യൂട്ട്സും ഇല്ലെന്ന് കൂട്ടിക്കോ. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് 50%. അപ്പോൾ കിൽ ചാൻസ് എന്ന് പറയുന്നത് 50% മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ 30% ആട്രിബ്യൂട്ട്സും 50% സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിൽ ചാൻസ് എന്ന് പറയുന്നത് 80% ആയിട്ട് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രത്തോളം ഡിഫറൻസ് ആണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് ഉള്ളതും ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം കൂടുതൽ ആൾക്കാരും പറയാൻ സാധ്യതയുള്ള കാര്യമാണ് എന്റെ ഡയമണ്ട് ഇല്ല, പൈസ ഇല്ല, അപ്പൊ എന്റെ ആണെങ്കിൽ സ്കിന്നും ഇല്ല. എക്സാമ്പിൾ നിങ്ങളുടെ സ്കിൻ ഇല്ല, പകരം സ്കില്ലുണ്ട്. അതായത് ബാക്കി 50% സ്കില്ല് അവിടെ ഉണ്ടല്ലോ. അത്രത്തോളം സ്കില്ല് നമ്മുടെ എതിരെ വരുന്ന എനിമിക്ക് ഉണ്ടാവണം ഒരു നിർബന്ധം. 2-3 ഗൺ സ്കിൻ എന്തായാലും നിങ്ങൾക്ക് കാണാതിരിക്കത്തില്ല. എന്തായാലും ഫ്രീ ആയിട്ട് ഗൺ സ്കിന്നിന് വരെ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആൾക്ക് കയറിനെ കൊടുത്തിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് വൈസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ M80 M10 പോലുള്ള ഗണ്ണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ള ഗൺ സ്കിന്നുകളൊക്കെ ഇടാൻ നോക്കുക. അതേസമയം ഡെസേർട്ടുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി ഉള്ളതാണ് നിങ്ങൾ ഇടേണ്ടതെന്ന് പറയുന്നത്. പിന്നീട് UMP MP5 സ്കാർ AK47 തുടങ്ങിയ ഗണ്ണുകളൊക്കെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഡബിൾ റൈറ്റ് ഓഫ് ഫയർ ഗണ്ണുകളൊക്കെയാണ്. അപ്പോൾ ഈ റൈറ്റ് ഓഫ് ഫയറിങ്ങളൊക്കെ ഉള്ള ഗണ്ണുകളൊക്കെയാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ സ്കിന്നുകളൊക്കെ ജസ്റ്റ് എക്യൂപ്പ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാർട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് താഴെ കമന്റ് ചെയ്തേക്കുക. എന്തായാലും കേസ് നിങ്ങൾ ഇത്രത്തോളം ഹാർഡ് വർക്കുകളൊക്കെ ഒരു ഹെഡ്ഷോട്ട് പഠിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പുപ്പൊലികൾ തന്നെയാണ്. ഫയർ ബട്ടൺ സൈസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മുടെ ഫയർ ബട്ടൺ സൈസിങ്ങൾക്ക് വലിയ രീതിയിൽ, അതായത് ഏറ്റവും കൂടുതൽ എനിമിക്ക് വരെ കാണുന്ന രീതിയിലാണ് കൊണ്ട് വെക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫയർ ബട്ടൺ സൈസ് കൂടിയും അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ട ആ ഒരു എന്താണ് നമ്മുടെ സ്കില്ല് കുറഞ്ഞ് വരികയാണ് ചെയ്യാറുള്ളത്. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫയർ ബട്ടൺ സൈസ് കൂടി കഴിഞ്ഞാൽ ആ കൂടെ കുഞ്ഞൊരു വിരലേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് കൂടെ ചെയ്യണ്ടേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സൈസിൽ നമ്മുടെ കംഫോർട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞ സൈസ് തന്നെ മാക്സിമം വെക്കാൻ നോക്കുക. അപ്പോൾ ഇത്രത്തോളം മാത്രമുള്ള വൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കൂടുതൽ കഴിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.